സപ്പോസ് ടു എന്നുള്ള രണ്ട് വാക്കുകളുടെ ഉപയോഗം വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷെ പലർക്കും അതിന്റെ ഉപയോഗം നന്നായിട്ട് അറിയില്ല. നമുക്ക് സെന്റൻസുകളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ ഉപയോഗം ഒന്ന് നോക്കാം കേട്ടോ. ഇന്ന് ഞാൻ അവനെ വിളിക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി. അങ്ങനെ പറയില്ല നമ്മള്. ഇന്നൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ മറന്നുപോയി. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഐ വാസ് സപ്പോസ് ടു കോൾ ഹിം ടുഡേ. ഇന്ന് ഞാൻ വിളിക്കേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല. ബട്ട് ഐ forgot. അപ്പോൾ ആ സപ്പോസ് ടു ചെയ്യണമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോസ് ടു ഇവിടെ ഉപയോഗിക്കുന്നത്. ഐ ഷുഡ് ഹാവ് കോൾഡ് ഹിം ടുഡേ അങ്ങനെയും പറയാം, ചെയ്യണമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. സപ്പോസ് ടു നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഐ വാസ് സപ്പോസ് ടു ഡു ദിസ്. ഇത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ഐ വാസ് സപ്പോസ്ഡ് ടു ഡു ദിസ്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഐ വാസ് സപ്പോസ് ടു ഡു ദിസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സപ്പോസ് ടു എന്നേ കേൾക്കുള്ളൂ. പക്ഷെ സപ്പോസ് ടു അല്ല കേട്ടോ, സപ്പോസ്ഡ് ടു ഡു ദിസ്. ഇടി ഉണ്ട് കേട്ടോ, നമ്മൾ പറയുമ്പോൾ കേൾക്കില്ല. അതൊന്ന് ശ്രദ്ധിക്കണേ. അവള് കിച്ചൺ ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു എങ്ങനെ പറയും? അപ്പൊ ഐ വാസിന് പകരം ഷീ വാസ്. ഷീ വാസ് സപ്പോസ്ഡ് ടു ക്ലീൻ ദ കിച്ചൺ. ഷീ വാസ് സപ്പോസ്ഡ് ടു ക്ലീൻ ദ കിച്ചൺ. അപ്പൊ അത് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അവളത് ചെയ്തില്ല കേട്ടോ. ഇന്ന് കാലാവസ്ഥ റിപ്പോർട്ടൊക്കെ നോക്കിയപ്പോ ഇന്ന് മഴ പെയ്യേണ്ടതായിരുന്നു അങ്ങനെ പറയില്ലേ? അതെങ്ങനെ പറയാ? അപ്പൊ ഇന്ന് മഴ പെയ്യേണ്ടതായിരുന്നു, അവിടെ അവൾ ചെയ്യണം അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെയൊന്നും ഇല്ല. അങ്ങനത്തെ സെന്റൻസുകൾ തുടങ്ങുമ്പോൾ ഇറ്റ് വേണം കേട്ടോ. ഇറ്റ് വാസ് സപ്പോസ് ടു റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യേണ്ടതായിരുന്നു കേട്ടോ പക്ഷെ പെയ്തില്ല, അതങ്ങ് പോയി എന്ന് പറയില്ലേ? ഇറ്റ് വാസ് സപ്പോസ്ഡ് ടു റെയിൻ ടുഡേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നില്ലേ അങ്ങനെ ചോദിക്കാനും നമുക്ക് സപ്പോസ് ടു യൂസ് ചെയ്യാം. നീ ഇന്ന് സ്കൂളിൽ പോകേണ്ടതായിരുന്നില്ലേ, അല്ലെ? നിനക്കിന്ന് ക്ലാസ് ഉണ്ടെന്ന് രാവിലെ പറഞ്ഞാണല്ലോ. അങ്ങനെ പറഞ്ഞെങ്കിൽ weren't you supposed to go to school today? ഇന്ന് നീ സ്കൂളിൽ പോകേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്ന് നീ മുമ്പ് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നേരത്തെ ഉണ്ട് പക്ഷെ അത് നടന്നില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നില്ലേ, പോകേണ്ടതായിരുന്നില്ലേ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് സപ്പോസ് ടു യൂസ് ചെയ്യുന്നത്. ഇന്ന് നീ സ്കൂളിലേക്ക് പോകേണ്ടതായിരുന്നില്ലേ? weren't you, അവിടെ യു വന്നുകൊണ്ടാണ് weren't you. അവളായിരുന്നെങ്കിലോ wasn't she supposed to go to school today? അപ്പൊ ആളെ നോക്കിയിട്ട് അവിടെ വേറെ was ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അവൾ ഇപ്പൊ എത്തേണ്ടതാണല്ലോ, അവിടെ എത്തേണ്ടതായിരുന്നു അങ്ങനെ പറയണമെങ്കിൽ ഷീ വാസ് സപ്പോസ് ടു ബി ഹിയർ നൗ, അല്ലെ? ബി ഹിയർ ഇവിടെ ഉണ്ടാവുക, നൗ ഇപ്പോ. ഷീ വാസ് സപ്പോസ്ഡ് ടു ബി ഹിയർ നൗ. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്, അവൾ ഇവിടെ എത്തിയിരിക്കേണ്ടതാണ് എന്ന് പറയണമെങ്കിൽ ഷീ ഇസ് സപ്പോസ് ടു ബി ഹിയർ നൗ അങ്ങനെയും പറയാം. എവിടെ പോയി അവള്? വേർ ഇസ് ഷീ? ഇവിടെ ഉണ്ടാവേണ്ടതാണല്ലോ അവള്, അങ്ങനെ ഷീ സപ്പോസ് ടു ബി ഹിയർ നൗ. ഇനിയിപ്പോ ചില സമയത്ത് ആരെങ്കിലും നമ്മുടെ മാനേജറോ ബോസോ ഒക്കെ വിളിച്ചിട്ട് പറയാ ഇതിന്റെ സമയത്ത് എറണാകുളത്തേക്ക് വരണം കേട്ടോ, അപ്പൊ വൈകുന്നേരം ട്രെയിനുകൾ ഇല്ല, അവിടെ എത്തിയപ്പോഴും അറിയണത്. ഇനിയിപ്പോ ഞാൻ എങ്ങനെ അവിടെ എത്തുക, എങ്ങനെയാണ് അവിടെ എത്തേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അത് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ന് വൈകുന്നേരം ട്രെയിനുകൾ ഇല്ല അങ്ങനെ പറയും, there are no trains in the afternoon. ഉച്ചയ്ക്ക് ശേഷം ട്രെയിനുകളൊന്നും ഇല്ല. there are no trains in the afternoon. ഞാനിപ്പോ എങ്ങനെയാ അവിടെ എത്തേണ്ടത് അങ്ങനെ പറയില്ലേ? how am I supposed to reach there? how am I supposed to reach there? ഞാൻ അവിടെ എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത്? കാർ പിടിച്ചു പോകണോ? ഇയാൾ എന്താ ഉദ്ദേശിക്കണേ? അങ്ങനത്തെ ഒരു ടോണാണ്. how am I supposed to reach there? അല്ലെങ്കിൽ നമ്മളൊക്കെ പറയില്ലേ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? what am I supposed to do? ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത് അങ്ങനെ പറയില്ലേ? എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് നിർത്തും, നീ ഇവിടെ നിൽക്ക് നിനക്ക് പണി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിൽക്കും. എന്നിട്ട് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചോദിക്കും ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? what am I supposed to do here? അങ്ങനെ. അപ്പൊ ഞാൻ നിങ്ങളുടെ ചോദിക്കാം, ഉച്ചയ്ക്ക് മുമ്പ് നീ ഇവിടെ എത്തേണ്ടതായിരുന്നു, എത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ വൈകി വരുമ്പോ നമ്മൾ അടുത്ത് പറയാം ഉച്ചയ്ക്ക് മുമ്പ് നിന്നോട് ഇവിടെ എത്താൻ പറഞ്ഞതല്ലേ, നീ ഇവിടെ എത്തേണ്ടതായിരുന്നു അങ്ങനെ പറയും സപ്പോസ് ടു വെച്ചിട്ട്. യു were supposed to be here before noon. ഉച്ചയ്ക്ക് മുമ്പ് ബിഫോർ നൂൺ. ഇവിടെ പുക വലിക്കാൻ പാടുള്ളതല്ല അങ്ങനെ പറയാനും നമുക്ക് സപ്പോസ് ടു യൂസ് ചെയ്യാം. യു ആർ നോട്ട് സപ്പോസ് ടു സ്മോക്ക് ഹിയർ. യു ആർ നോട്ട് സപ്പോസ് ടു സ്മോക്ക് ഹിയർ. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് ചോദ്യം ചോദിക്കാം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ കോമന്റ്സിൽ ഇടും കേട്ടോ. അവൾ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? എന്തിനോ അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണാവോ അവൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ അങ്ങനെ ചോദിക്കില്ലേ? അതെങ്ങനെയാ പറയാ? സപ്പോസ് ടു വെച്ചിട്ട് പറയണേ. നീ തിങ്കളാഴ്ചക്ക് മുമ്പ് ഫീസ് അടയ്ക്കേണ്ടതാണ്, സപ്പോസ് ടു വെച്ചിട്ട്. യു ഷുഡ് പേ ദ ഫീ അല്ല, സപ്പോസ് ടു വെച്ചിട്ട് പറയണേ. നീ തിങ്കളാഴ്ചക്ക് മുമ്പ് ഫീസ് അടയ്ക്കേണ്ടതാണ്. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.